ഹലോ, വെൽക്കം ടു മംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല മൊഞ്ചായിട്ടിരിക്കാൻ, നല്ല വൃത്തിയായിട്ടിരിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന പണികൾ ഒന്ന് ആസ്വദിച്ചിട്ട് ചെയ്താൽ മതിട്ടാ. നമ്മൾ എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മടുപ്പോട് കൂടി നമ്മൾ പണിയെടുക്കുമ്പോൾ ആ പണിക്കൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീടാണ് അല്ലെങ്കിൽ നമ്മുടെ പരിസരമാണ്, അല്ല നമ്മളത് ചെയ്തിട്ട് അത് ആസ്വദിക്കാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും നല്ല മൊഞ്ചായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല രസമായിട്ടിരിക്കും. ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് വഴിയെ പറയാം, വിശദമായിട്ട് പറയാട്ടോ. പിന്നെ രാവിലെ നമ്മളെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യണത് ഇങ്ങനെ രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ അത് കുടിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഈ ക്യാരറ്റ് എന്നുള്ളത്. പിന്നെ ഈ വെറും വയറ്റിൽ കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊളസ്ട്രോളിനെ ചെറുത്ത് നിൽക്കും എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നല്ല ഫുഡൊക്കെ ഇപ്പോൾ എന്നും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കൺട്രോൾ ഉണ്ടാവില്ല, പുറത്ത് നമ്മൾ അതൊക്കെ തന്നെയാണ് കഴിക്കുക. അപ്പോൾ ഒരു 30-35 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹെവി ഫുഡും ഇങ്ങനെയുള്ളതൊക്കെ ആദ്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഫുഡൊക്കെ അങ്ങനെ ആയ കാരണം കൊണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. വെറുമായിട്ട് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും ചെറുതായിട്ട് വരുന്നവർക്കൊക്കെ നോർമലായി നിൽക്കുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഞാനത് കുറച്ച് സ്ഥിരമായിട്ട് അതായിട്ട് കഴിക്കുന്നത്. പിന്നെ അതാ നമ്മൾ രാവിലെ നെയ്റ്റ് വന്നാൽ നമ്മളെ ചേക്കപ്പിന് അവനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അരിയൊക്കെ കിട്ടണം. രാവിലെ നെയ്റ്റ് വന്നാൽ കിച്ചണിൽ കയറിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അരിയൊക്കെ കയ്യിൽ കൊടുത്ത് പിന്നെ കുറച്ച് താഴോട്ട് കൊടുത്താൽ അവനത് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോട്ടാ. അങ്ങനെയാണ് അവൻ്റെ ഒരു റുട്ടീന്. പിന്നെ രാവിലെ നീറ്റ് കഴിഞ്ഞാലും കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും. രാവിലെ ഒരു നേരെ വെയിൽ വരുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മുടെ മുറ്റം കാണാനാണെങ്കിലും ചെടികൾ കാണാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ വൈകുന്നേരം ഉണ്ട് വെയിൽ പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്തും നമ്മൾ ചെടികളൊക്കെ കാണാനും അല്ലെങ്കിൽ പരിസരം കാണാനൊക്കെ ഒരു നല്ല ഭംഗിയാണ്. ആകാശം കാണാനും ഞാനതൊക്കെ ആസ്വദിക്കാറുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ പുറത്തേക്കൊക്കെ നോക്കി, വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടങ്ങിയിരിക്കരുത്, പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നമുക്ക് നല്ലതാണ്. മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ നല്ലതാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ചക്ക കഴിക്കാനൊരു കൊതിട്ട. അപ്പോൾ അത് ചെറിയ ചക്ക ഇടിച്ചക്ക എന്ന് പറയുന്നത്, അത് കുറച്ച് ചക്കൊക്കെ മാഷാഅല്ലാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ഇടിച്ചക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ മസാലയും നമ്മൾ മുളക് പൊടിയൊക്കെ തേച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ പൊരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്ക്. പിന്നെ അതാ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ബാംബൂ പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മളെ കിച്ചണിൽ ഇങ്ങനെ കൊണ്ടാക്കലുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ ആയിട്ട്. ഇനി അടുത്ത പരിപാടി ഇങ്ങനെ മുരിങ്ങയില പൊട്ടിക്കുകയാണ് കേട്ടോ. ഈ മുരിങ്ങയില അങ്ങനെ വലിയ മരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് ആക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് താളിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഇലവർഗ്ഗങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇലവർഗ്ഗമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് കരുതിയിട്ട് ഞാൻ മുരിങ്ങ പിന്നെ ചീര അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പരിസരത്ത് ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റിയ രീതിയിൽ ചെറുതായിട്ട് രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അതൊക്കെ ഒന്നും കൂടി വിപുലീകരിക്കണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കാണാനും ഇത് നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണാനും നല്ല ഭംഗിയാണല്ലേ. ഇത് ഞാൻ ഉണ്ടാക്കിയതാന്നുള്ളത് കരുതുമ്പോൾ ഭയങ്കര എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യമായിട്ടാണ്. നമ്മളെ പരിസരത്ത് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, പച്ചക്കറികളായിട്ടും അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കാണാൻ
കാണാനും അതിനെ പരിചരിക്കാനും ഒക്കെ നമുക്ക് മൈൻഡ് നല്ല അത് ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ മനസ്സ് റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് സമയവും നമ്മൾ കണ്ടെത്തും. നമുക്കൊന്നും ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അതിന് വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു തടസ്സമായിട്ട് തോന്നില്ല. അപ്പോൾ എനിക്കുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, നോക്കാനുണ്ട്. പിന്നെ എൻ്റെ എല്ലാവരും ഇവിടെ തന്നെ വരവിട്ട് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഉണ്ടാവും, വീട്ടിൽ ആളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് മെസ്സേജ് എടുക്കുക അല്ലെങ്കിൽ പരിസരത്ത് നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുകയോ ചെയ്യലില്ല. എൻ്റെ പ്ലാൻസുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കെയർ ചെയ്യാൻ ടൈം കിട്ടണമെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുരിങ്ങയിലൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇന്നലെ ഇടിച്ചക്ക പൊടിച്ചെന്ന് പറഞ്ഞില്ല, അതിൽ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചിക്കൻ മസാലയും നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തലേ ദിവസം. ഇനി ഞാൻ അതൊന്ന് കറിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ഇതുപോലെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടിച്ചക്ക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അത് കറി ഉണ്ടാക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള തിന്നായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഒക്കെ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ നോർമലി ചിക്കൻ കറി ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാം കൂടി പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഈ വലിയ ഉള്ളി പകുതിയും ചെറിയ ഉള്ളി പകുതിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചെറിയ ഉള്ളിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മൾ ഇടിച്ചക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചൂടിലിട്ടിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഗ്രേവി ടൈപ്പിലാവുന്ന വരെ നമ്മളങ്ങനെ വേവിച്ചെടുക്കുക. ഇന്ന് മീൻ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീൻ കിട്ടിയിട്ടില്ല, പിന്നെ ചിക്കനും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഇന്ന് ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പച്ചക്കറി മാത്രമാണ് ആക്കുന്നത്. കുട്ടികൾക്ക് മുട്ടൊക്കെ പൊരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നിങ്ങനെ ആക്കാമെന്ന് കരുതി. പിന്നെ അത് മുരിങ്ങേൻ്റെ എല്ലാം കൂടി താളിച്ചെടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെയുള്ള കൂട്ടാനുകളും കറികളൊക്കെയാണ് ഇഷ്ടമുള്ളത്. നമ്മൾ കുറേ ചിക്കൻ എന്നും ഒക്കെ കഴിക്കുമ്പോൾ അതിനോടൊരു മടുപ്പ് വരും. പക്ഷേ വെജിറ്റബിൾസ് നമ്മൾ എത്ര കഴിച്ചാലും മടുപ്പ് വരില്ലല്ലോ അല്ലേ. നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള താളിപ്പുകളും അങ്ങനെയുള്ള അച്ചാറുകളും അല്ല ചമ്മന്തികളൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും പച്ചക്കറി ഉപ്പേരികളൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. അത് ആദ്യം മുതൽക്കേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ മീനുകൾ ഇഷ്ടമാണ്, പക്ഷേ അത് എന്നും മീനായിട്ടുണ്ടെങ്കിലും എന്തോ ഒരു തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇതാ നമ്മൾ അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ചക്കൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് ചിക്കൻ്റെ അതേ മസാല അല്ല നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അതൊരു ചെറിയ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയൊക്കെ കുഴപ്പമില്ല തോന്നി. പിന്നെ കുറച്ച് പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ ലഞ്ച് ഇങ്ങനെയാണ്, സിമ്പിളായിട്ടാണ്. ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു രസമാട്ടാ. പിന്നെ നമ്മളെ പറമ്പൊന്നും തൊടിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെയാണ്. കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള പാത്രങ്ങൾ അതിൻ്റെ സമയത്ത് തന്നെ അങ്ങനെ കഴുകിയെടുക്കുക. അതാണ് ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് പാത്രം കഴുകണത് വല്ലാതെ ഞാൻ കാണിക്കലില്ല. കാരണം ഓരോരോ പാത്രങ്ങൾ എടുത്തിട്ട് ആവുമ്പോൾ ഞാൻ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പാത്രം കഴുകി പോകും. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് പാത്രം കഴുകാൻ എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ആസ്വദിച്ചിട്ട് ആ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിലും ആ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഭാരമായിട്ട് അങ്ങനെ തോന്നില്ല. അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനുള്ളതും കൂടി മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണി ഇങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് നോക്കലുണ്ട്. അപ്പോൾ അതും ഡ്രൈ ആക്കി ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതൊന്ന് വിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോരോ സമയത്തായിരിക്കും അല്ലേ അലക്കണതൊരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ തുടക്കണതൊരു ടൈമായിരിക്കും. ഞാൻ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളപ്പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിൽ കഴുകാനുള്ളതൊക്കെ ഞാനത് കഴുകിയിട്ടതിന് ശേഷം നമ്മൾ ഈ കിച്ചൺ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ അലക്കല്ലുമേൽ അങ്ങനെ ഇട്ടിട്ട് കഴുകിയതിന് ശേഷം പിന്നെ മുറ്റടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് പിന്നെ വേഗം പോയി കുളിക്കുകയാണ് ചെയ്യൽ.
നേരത്തെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലൊരു സുഖമാട്ടോ നമ്മുടെ ശരീരത്തിനും പണിയെടുക്കാനുള്ളൊരു എനർജിയൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ജലദോഷവും കാര്യം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു 9 മണിൻ്റെ മുന്നേ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേ ഒരു സമാധാനം കിട്ടും. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ അടിച്ചു വാരുക തുടക്കുക അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് അടിച്ചു വാരിയിട്ടില്ല. എന്നും വൈകുന്നേരം നമ്മൾ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ബ്രഷ് ഇട്ട് ചെറുതായിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്നും വൈകുന്നേരം ഒന്ന് അടിച്ചു വാരിടലുണ്ട്. അത് പണ്ട് നമുക്ക് ചെറുപ്പത്തിലുള്ളൊരു ശീലമാണ് കേട്ടോ. അത് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മേല് കഴുകും സ്കൂളിൽ. അതിൻ്റെ മുന്നേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് അടിച്ചു വരുന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശീലം തന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം. അത് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ പിന്നെ രാത്രിയിൽ അങ്ങനെ കച്ചറയും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ രാവിലെ ഞാൻ അടിച്ചു വരലില്ല. അങ്ങനെ മക്കൾ ഒന്നും നമ്മൾ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ താഴത്തിടരുത് നമ്മൾ പറഞ്ഞിട്ടൊന്ന് ശീലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കുറേ റൂട്ടിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അടിച്ചു വരലില്ല. ഒട്ടുമിക്ക ദിവസങ്ങളും അടിച്ചു വാരിട്ട് തന്നെയാണ് തുടക്കൽ. വൃത്തിയുണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അടിച്ചു വരലില്ല. അങ്ങനെ തുടച്ചെടുക്കും. പിന്നെ നമ്മളിങ്ങനെ തുടക്കുമ്പോഴും കാര്യമൊന്നും നമ്മൾ ഡ്രസ്സുമ്മക്കും കാര്യമൊന്നും അങ്ങനെ കാര്യമായിട്ടാവില്ല. ആദ്യത്തെ പോലെ ഇപ്പോൾ അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലുള്ളൊരു പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സായാലും നമ്മുടെ വീടായാലും എപ്പോഴും നീറ്റായിട്ടിരിക്കും. അത് നമ്മുടെ ശ്രദ്ധ പോലെയാണ് ഇരിക്കുക. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ ജോലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഡ്രസ്സിലേക്ക് ആക്കാതെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ഇനി ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ വണ്ടി എടുത്തിട്ട് അങ്ങാടിയിലൊക്കെ പോയിട്ട് വരും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മളൊരു നീറ്റ്നെസ് എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കണം. നമ്മുടെ ഡ്രസ്സിലായാലും വീട്ടിലായാലും പരിസരങ്ങളിലായാലും നമ്മൾ എടുക്കുന്ന ജോലി ഒരു വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും. ഇനി രാവിലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ വിയർക്കില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. എന്നോട് ഞാൻ അങ്ങനെ ആകുമ്പോൾ ചോദിക്കലുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കുറേ പണിയെടുക്കുമ്പോൾ വിയർക്കില്ല ചെയ്യില്ല എന്നൊക്കെ. അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും പ്ലാന്റ്സിൻ്റെ കെയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പണിയെടുക്കുന്ന ദിവസം നമ്മൾ എന്തായാലും വൈകുന്നേരം മേല് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിലും രാത്രി കിടക്കുന്ന സമയത്തൊന്നും മേല് കഴുകണ ഒരു സ്വഭാവം നമുക്കുണ്ടാവും. അപ്പോൾ ആ ഡ്രസ്സ് മാറ്റിയിട്ടാണ് നമ്മൾ കിടക്കൽ. അങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് 2 ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ ചട്ടിയാണ് കേട്ടോ. നമ്മളെ ചീനച്ചട്ടി പോലെ ഒരു വലിയ കുറച്ച് ചട്ടിയാണ്. ചട്ടികൾ എനിക്കെപ്പോഴും ഭയങ്കര ഹരമാണ്. നല്ല ചട്ടിയിൽ കുക്ക് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. ഇത് പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വാങ്ങിയതാണ്, ജഗ് മോഡൽ. അപ്പോൾ അതിൽ വെള്ളമാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നല്ല ചൂടായി വരികയല്ലേ. അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ആറിയതിൻ്റെ ശേഷം ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കിട്ടുമല്ലോ വെള്ളത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതും കൂടി വാങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് ചെറിയൊരു കപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ആണ് കേട്ടോ. കപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വെള്ളത്തിലിട്ടിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മണ്ണിൻ്റെ ചൊവ്വ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും പിന്നെ ചട്ടി നല്ല ഈട് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 2-3 ദിവസം വെള്ളത്തിലിട്ടിട്ട് പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് മയക്കിയെടുക്കണം. അപ്പോൾ ചട്ടിക്ക് കുറച്ചും കൂടി ഈട് കിട്ടും. ഇൻഷാ അല്ലാഹ് ഞാൻ മയക്കണത് വീഡിയോ കാണിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചട്ടി ആക്കണം എന്നാണ് കരുതുന്നത്. പിന്നെ അയൺ പാനുകളും മാത്രം ആക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ ഒക്കെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മുറ്റത്തൊരു പേരമരം പിന്നെ കുറച്ച് സപ്പോട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നോക്കും. മക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവർ ടി വിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഫോണൊക്കെ ആയിട്ട് ഇരിക്കും. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കിളികൾ ഇങ്ങനെ കൊത്തിപ്പോകട്ടെ. കുറേ പേരക്കായിട്ടും സപ്പോട്ടൊക്കെ ആയിട്ട് കിളികൾ ഇങ്ങനെ കൊത്തിപ്പോകലുണ്ട്. അപ്പോൾ കുറേ ഇക്കറിയും അത് കിളികൾക്കും ഒരു ഭക്ഷണമാവട്ടെ എന്നിട്ട് അതുമ്പോൾ കുറച്ച് നിർത്താൻ പറയട്ടെ എന്നോട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കിളികൾക്ക് അവരുടെ ആഹാരം അങ്ങനെയല്ലേ. അപ്പോൾ അതവിടെ നമ്മൾ നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ കൊണ്ടുപോയി ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കിളികൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ പേരക്ക പൊട്ടിച്ചിട്ട് നല്ല മധുരമുള്ള പേരക്കയാണ് കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഇതാക്കി കഴിച്ച് പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ.
മുറ്റത്തിൻ്റെ ഒരു കോർണറിൽ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടാ. അപ്പോൾ അതിൽ കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മോട്ടറും കാര്യമൊന്നും വെച്ചിട്ടില്ല, പുറത്ത് വാൾവ് വെച്ചിട്ട് അതിൽ വെള്ളം അങ്ങനെ പുറത്ത് ഒഴിവാക്കലാണ്. അങ്ങനെ അത് നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മീനൊക്കെ പിടിച്ച് വെള്ളമൊക്കെ മാറ്റി കൊടുക്കലുണ്ട്. അതിനും കുറച്ച് സമയം കാര്യമൊക്കെ ആവും. അതിനും എപ്പോഴാണ് സമയം കിട്ടണമെന്ന് എന്നോട് ചോദിക്കലുണ്ട്, എന്തിനാണ് ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ അതും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണല്ലേ, നമ്മളെ വീട്ടിലുള്ളതല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും സമയം കണ്ടെത്താം. ഞാൻ ഇടയ്ക്ക് ഞാൻ പോയിരിക്കലുണ്ട്, അവിടെ മീനുകളെ കാണുന്നുണ്ട്, പുതിയ മീനുകൾ ഉണ്ടാവുന്നത് അവർ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവില്ല, അതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ അത് നമുക്ക് കാണാനൊരു ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസുകൾ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.